2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു പോരാട്ടം നടക്കാൻ സാധ്യതയുള്ളതാണ്. UDF-നെ എതിരെ ഇപ്പം CPM, അതായത് LDF-ഉം BJP-യും ഉപയോഗിക്കുന്ന ആയുധം എന്താവും? അതായത് മീര, ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആൻറ്റി ഇൻകംബൻസി, അതായത് സർക്കാർ വിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഇവർക്കെതിരെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജാതി രാഷ്ട്രീയമുണ്ട്, ജാതി മതം ഒക്കെ. ഇപ്പോൾ ജമാഅത്ത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ CPM-ന് ഹാർഡ് കോർ സപ്പോർട്ട് കൊടുത്തിരുന്നത്, LDF-ന് കൊടുത്തിരുന്നത്. ഇപ്പോൾ UDF-ന് സപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഈ BJP-യും CPM എടുത്ത് കളിക്കാൻ പോകുന്ന ഒരു തുറുപ്പ് ചീട്ട് ഈ ജാതി രാഷ്ട്രീയമായിരിക്കും, ഈ ജമാഅത്തെക്കുറിച്ചുള്ളതായിരിക്കും. അത് കുറെ വർഷം LDF-ന് സപ്പോർട്ട് ചെയ്ത ജമാഅത്ത്, അതെ, നമ്മൾ നിലമ്പൂര് കണ്ടു അവർ ഉപയോഗിക്കുന്ന രീതി. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു മണ്ണിൽ വരാൻ പറ്റുമെന്നല്ല. ഞാൻ നേരത്തെ ചേട്ടൻ പലപ്പോഴും പറയുന്ന ഒരു മലപ്പുറംകാരി ആയതുകൊണ്ട് അങ്ങനത്തെ പരിപ്പൊന്നും അവിടെ വേവില്ല. അത് അങ്ങനത്തെ ഒരു നാടാണ്. അപ്പോൾ അങ്ങനെ വിജയിക്കില്ല എന്ന് അറിഞ്ഞിട്ടും വീണ്ടും ഇത്തരത്തിൽ ഇതിനോട് പെരുമാറുന്നത് എന്തിനായിരിക്കും? മീര, ഇതിനകത്തെ നമുക്ക് നമ്മുടെ നാടിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട്. നമ്മളെല്ലാം നാടിൻ്റെ മഹിമ ഇല്ലേ? ഇപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു മലപ്പുറം കാരിയാണ്. മലപ്പുറം കാരിയായാലും നിങ്ങൾ അഭിമാനിക്കാൻ തന്നെ വേണം. ഞാൻ തിരുവനന്തപുരംകാരനായാലും ഞാൻ അഭിമാനിക്കാൻ തന്നെ ചെയ്യും. ഇപ്പം നമ്മുടെ നാടിൻ്റെ മഹിമയിൽ ഇപ്പം നിങ്ങളുടെ നാട്ടുകാരെ കുറിച്ച് നിങ്ങളൊരു നല്ല വർത്തമാനമാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ജാതി രാഷ്ട്രീയത്തിൻ്റെ കളി ഇറക്കിയിട്ട് എന്തായി? 1000 വോട്ടല്ലേ ഉള്ളൂ ജമാഅത്തിനൊക്കെ അവിടെ. ഈ 1000 വോട്ടിൽ എന്ത് ചെയ്യാനാ? അതുപോലെ അവരുടെ അവരുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ ജമാഅത്തി എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ആയിരിക്കും, അതൊന്നും അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും. അതാണോ ഈ CPM ഇപ്പോൾ പറയണത്? ഇപ്പോൾ അത് ലീഗിനെ ബാധിക്കുമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ലീഗിന് മുസ്ലിം ലീഗ് എന്നുണ്ടെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ലീഗിന് പറയുന്ന അവരുടെ ഒരു ഇമേജിനെ ബാധിക്കുമെന്ന് പറയുന്നത് ആയിരിക്കാം, ലീഗിൻ്റെ ഇമേജിനെ ബാധിക്കുമായിരിക്കാം. കാര്യം പുറമേ നിന്ന്, അതായത് എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാം ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അവർക്ക് എല്ലാവർക്കും പ്രതിപക്ഷത്ത് 2 കൊല്ലം ഇരുന്നപ്പോൾ നമ്മൾ ഡൽഹിയിലെ കാര്യം എടുക്കുക. ആം ആദ്മി 3ാമത് പ്രാവശ്യം വന്നോ? ഇല്ലല്ലോ. അപ്പോൾ ആന്റി ഇൻകംബൻസി ഉണ്ടാവും. പക്ഷെ ആ ആന്റി ഇൻകംബൻസിയെ CPM-ഉം ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസും CPM-ഉം BJP-യും കോൺഗ്രസ് ജാതി രാഷ്ട്രീയം കളിക്കുന്ന പറഞ്ഞാൽ അതൊന്നും ഏശാൻ പോകുന്നില്ല. അതായത് എന്തെങ്കിലും കിട്ടണം. നമ്മൾ പറയുമല്ലോ ഒരു കച്ചിത്തുരുമ്പ്, ചില ആൾക്കാർ മാജിക് കാണിക്കണ പോലെ. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സംസാരത്തിലുടനീളം ചിലപ്പോൾ മീര ജയിച്ച് കയറിപ്പോവും. കാര്യം എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിലും ഈ സ്ലിപ്പ് ഓഫ് ടങ്ങിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ട് അതിനെ തൂക്ക് തറയടിക്കും. ആര്? ഞാൻ. അത് ബുദ്ധിയുള്ളവർ കളിക്കുന്നതാണ്. ആ കളിയാണ് ഇവിടെ കളിക്കുന്നത്. അതിൽ ജയിക്കാനുള്ള നോട്ടമാണ് ഇപ്പോൾ CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീണ് കിട്ടിയ അവസരം മുതലാക്കാം. ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് ഈ ഒരു ഇലക്ഷൻ സമയത്ത് പറഞ്ഞു ഒന്നുണ്ട്, മുനീർ, ജമാഅത്തിക്ക് വേറൊരു പ്രത്യയശാസ്ത്രം ഫോളോ ഉണ്ട്, ലീഗിനും ഉണ്ട്. അത് രണ്ടും ഒന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു പോയാൽ പോലെ. ഈ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞുള്ള അധിക്ഷേപങ്ങളാണ് അങ്ങനെ പറയുന്നത്. അല്ല, അതെ, അദ്ദേഹം പറഞ്ഞെങ്കിൽ അത് കറക്റ്റാണ്. അദ്ദേഹം ഒരു വലിയ മനുഷ്യന്റെ മകനാണ്. അദ്ദേഹം ഈ പറയുന്ന ലീഗിനകത്ത് ഇന്നും കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ CPM-നൊപ്പം ഇടതുപക്ഷത്തേക്ക് ഇപ്പോൾ ഭരണം കിട്ടി പോയാലും ഇദ്ദേഹം പോവില്ല, ഷാജി പോവില്ല, ഇദ്ദേഹം പോവില്ല. ലീഗിന്റെ കൺസെപ്റ്റ് വേറെ. ലീഗിനകത്ത് രാമൻ എന്ന് പറഞ്ഞൊരു നേതാവ് കൂടെയുണ്ട്, അറിയാമോ? രാമൻ, ഒരു ഹിന്ദു. അവിടെ ലീഗിലുള്ളതാ രാമൻ. എത്രയെങ്കിലും കാലമായിട്ട് അതിനകത്ത് ലീഗിനകത്തുള്ള ആളാണ്. അവർ മുസ്ലിം ലീഗിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. ലീഗിന് കുറെ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്, ക്വാളിറ്റീസ് ഉള്ള നേതാക്കളുണ്ട്. ഈ തങ്ങളെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, മലപ്പുറത്ത്. തങ്ങളൊക്കെ പണക്കാട് തുറന്ന കേറ്റാണ്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഈ തങ്ങൾ കുടുംബം എന്ന് പറയുന്നതിനെ അവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് കിട്ടുക. എൻ്റെ പേര് അയ്യപ്പദാസ് എന്നാ. ഞാൻ ഇത് ഒന്നുകൂടെ പറയുക, എൻ്റെ പേര് അയ്യപ്പദാസ് എന്നാ. തങ്ങളെ കാണാൻ പോയത് ഞാനാ, എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ഒന്നേ ഉള്ളൂ, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അടവ് നയമാണിത്. BJP അടവ് നയം കാണിച്ചാലും BJP അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാം, അവർക്ക് ഹിന്ദുത്വം ഉണ്ടെന്ന് പറയാം. എങ്കിലും വോട്ട് അവർ കളയില്ല. അപ്പോൾ ജമാഅത്തിന്റെ വോട്ട് ഇപ്പൊ പാലക്കാട് ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചു. ഏറ്റവും കൂടുതൽ കൊടി പറഞ്ഞത് ജമാഅത്തിന്റെ ആയിരുന്നു അതിന്റെ ഇടയിൽ. അവിടെയും ഇത് പറഞ്ഞു, പാലക്കാട് സംഭവിച്ചത് തന്നെ എവിടെ സംഭവിക്കാൻ പോകുന്നത്? പാലക്കാട് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ ചോദിക്കേണ്ടത്. പാലക്കാട് എന്ത് സംഭവിച്ചു? പാർട്ടി തമ്മിലടിച്ച് തൂങ്ങാമ്പറ ഒരു കീറ്, പാർട്ടി തമ്മിലടിച്ച് സുരേഷ് ബാബു എന്ന് പറയുന്നു, കൃഷ്ണദാസ് വേറെന്ന് പറയുന്നു, ഒരു പയ്യൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ ചാടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, അവസാനം കൃഷ്ണദാസ് പോയി പിടിച്ചോണ്ട് വരുന്നു. ഇതൊക്കെ CPM-ൽ നടന്നിട്ടുള്ളത് തന്നെ.
CPM എന്ന് പറഞ്ഞ ഒരു അച്ചടക്കമുള്ള പാർട്ടി എന്നാ ഞാനിതുവരെ കേട്ടിട്ടില്ല എൻ്റെ ഈ പ്രായം വരെ. പൊതുവേദിയിൽ നിന്നും ആരെയും പല്ലിക്കുത്തില്ല. ആ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ, അതല്ലല്ലോ നടക്കുന്നത്. ഇന്നലെ ഇപ്പൊ അതല്ല നടക്കുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ബഹുമാനപ്പെട്ട VSനെ വേദിയിലിരുത്തിക്കൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു ഉറുദു കവിതയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്ഥാനമാകുന്ന പിന്നെ കടലിനകത്ത് നിന്നാലേ തിരയിളക്കം ഉണ്ടാവുള്ളൂ എന്നൊക്കെ VSനെ ഇരുത്തിക്കൊണ്ട് അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നമ്മൾ അല്പവും സംസാരിച്ച വിഷയത്തിൽ റവാഡെ കൊണ്ടുവന്നത് പ്രസ്ഥാനത്തെ ഓർത്താണോ? ആണോ? എനിക്കറിയില്ല. പ്രസ്ഥാനമല്ല, അത് വ്യക്തി താല്പര്യം ആണല്ലോ. അപ്പൊ പിന്നെ VSനെയൊക്കെ ഇദ്ദേഹം കുറ്റം പറഞ്ഞ ആ വാക്കൊക്കെ ഇനി എപ്പോൾ തിരിച്ചെടുക്കും? VS അന്ന് ഒരു വർത്താനം തിരിച്ചു പറഞ്ഞു. ഒരുപാട് ഗോർബച്ചേവുമാർ, അഭിനവ ഗോർബച്ചേവുമാർ ഈ പാർട്ടിക്കകത്ത് വന്നതിൻ്റെ ഫലമായിട്ട് ഈ പാർട്ടിയെ നമുക്ക് ഒതുക്കി കെട്ടി മൂലയിരുത്താൻ തുടങ്ങി. അഭിനവ ഗോർബച്ചേവുമാർ അല്ലേ? ഈ ഗോർബച്ചേവിൻ്റെ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയ കഥ അറിയാമല്ലോ. ഗ്ലാസ്നോസ്കിയും പെരിസ്ട്രോയിക്കയും. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും കൊണ്ടുവന്നാണ് USSR പൂട്ടിക്കെട്ടി അങ്ങ് തീർന്ന അവസാനം റഷ്യ മാത്രമായത്. എന്നിട്ട് റഷ്യ ഇവിടുത്തെ ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? റഷ്യ ഇന്നും ശക്തി തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ജാതി രാഷ്ട്രീയം. പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയോടുള്ള അന്ധമായ വിരോധത്തിലൊന്നും യാതൊരു അർത്ഥവുമില്ല. CPM എന്ന് പറയുന്ന പ്രസ്ഥാനമൊക്കെ ഈ ലോകം, കേരളത്തിൽ ചിലപ്പോൾ ഞാൻ ജീവിച്ച് മരിക്കുന്നവരെയും കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മളെ കാണുന്ന എല്ലാവരും, നമ്മളെല്ലാം ഈ ലോകത്തോട് വിടവ് പറഞ്ഞു പോകുന്നവരെ ഉണ്ടാവും. പ്രസ്ഥാനം ഉണ്ടാവും. എവിടെ ഉണ്ടാവും എന്നുള്ളത് ഈ കേരളത്തിലുണ്ടാവും. അതും നമ്മൾ എടുത്തു പറയേണ്ടതാ. കേരളത്തിലുണ്ടാവും. ഇപ്പൊ ത്രിപുരയില് BJP പിന്നെ വരാൻ പോകുന്നു, വേറെ ഉള്ളിടങ്ങളിലൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പം CPMോ ഇടതുപക്ഷമോ ആ ഒരു സ്നേഹമൊന്നും അല്ല ഞാനിവിടെ പറഞ്ഞതിൻ്റെത്. പ്രസ്ഥാനം എന്ന് പറയുന്നത് പോയി കഴിഞ്ഞു, സ്വാർത്ഥതയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി വെറുതെ കോൺഗ്രസിന് ജമാഅത്തിന്റെ 10 വോട്ട് കിട്ടുന്നതിൽ ഊന്നിക്കൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ പറഞ്ഞാലെന്നും വെറുതെ മാക്രി, മഴ പെയ്യുമ്പോൾ മാക്രി വെള്ളത്തിൽ കിടന്ന് ക്രോക്രോ എന്ന് പറയുമല്ലോ, അതുപോലെ ഉണ്ടാകത്തുള്ളൂ. അതൊന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. CPMന് ഉണ്ടാകുന്ന വോട്ട് ചോർച്ച എന്ന് പറയുന്നത് അത് ജമാഅത്തിലെ വോട്ട് കൊണ്ടൊന്നും CPMന് ജയിച്ചു കയറാനൊന്നും പറ്റത്തില്ല. പിന്നെ കോൺഗ്രസിന് കൂടെ നിൽക്കാൻ ഒരു ജാതി സംഘടനയെ കിട്ടി. ഇവർ ഇന്നലെ വരെ വോട്ട് വാങ്ങിയല്ലേ? ആര്? കോൺഗ്രസ് ഇന്നലെ വരെ വോട്ട് വാങ്ങിയല്ലേ ജമാഅത്തിന്റെ? ഇപ്പം നിലമ്പൂർ എത്ര വോട്ടുണ്ടായിരുന്നു? 1000 വോട്ടെങ്കിലും ഉണ്ടായി കാണും അല്ലേ? 1000 വോട്ടെങ്കിലും ഉണ്ടായി കാണും. എല്ലായിടത്തും ഒരു 1000 വോട്ട് വെച്ചൊരു 20,000 വോട്ട് ചിലപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ കേരളത്തിനകത്ത് കാണും. കിട്ടിക്കോട്ടെന്നേ, അതിലിത്ര പുളിക്കാതിരിക്കണ CPMന് കിട്ടട്ടെ എന്ന് ഇവർ മാത്രം ആസനം വെച്ചിരുന്നാൽ മതി. ആ കാറിൽ പിണറായി വിജയൻ മറ്റേ സിനിമ നമ്പർ 1 ഏതോ ഒരു സിനിമ ഉണ്ടല്ലോ, പിണറായി വിജയന്റെ മുഖ്യമന്ത്രി അല്ലടോ, അല്ലാതെ തന്നെ ഒരു സിനിമയുണ്ടല്ലോ, ഒരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ, മുഖ്യമന്ത്രി മമ്മൂട്ടി അഭിനയിച്ച. അദ്ദേഹം ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. സ്റ്റാലിനെയാണ് പറയുന്നല്ലേ പറഞ്ഞിരുന്നത് അന്ന്. അതില് മമ്മൂട്ടി ഈ ഇടയ്ക്ക് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, മമ്മൂട്ടി ഈ ഇടയ്ക്ക് അഭിനയിച്ച ON എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് ആ നടക്കുന്ന പോലെ അദ്ദേഹം ഇപ്പൊ നടക്കുന്നത്. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് പാട്ടെഴുതി. ഈ CPMനകത്ത് വേറെ ആരെങ്കിലും കുറിച്ചാണെങ്കിൽ ഈ പറയുന്ന ഈ വ്യക്തി അവിടെ ഇരിക്കുമോ? കുരു പൊട്ടത്തില്ലേ ഈ വ്യക്തിക്ക്? VSനെ മാധ്യമങ്ങൾ നല്ല രീതിയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുരു പൊട്ടിയില്ലേ? ആ, ഇവിടെ എന്താ വല്ല അപ്പം ചുട്ട് വെച്ചിരിക്കുന്നതല്ലേ അദ്ദേഹം ഒന്ന് ചോദിച്ചത്. ഇന്നലെ ഞാൻ കുറെ വിഷ്വൽസ് കണ്ടു. ഇത്രയും ശുഭിതനായ പിണറായിയൊക്കെ എത്ര നാള് ശേഷം ഞാൻ കാണുന്നത്. ഇപ്പോഴാണ് അദ്ദേഹം ഒരു മനുഷ്യനായത്. അപ്പൊ അദ്ദേഹത്തിന് മാത്രമേ എല്ലാം ആവാന്ന. അതായത് ഇപ്പോൾ പിണറായി പറയുന്ന ജമാഅത്തി ഇസ്ലാമിയായിട്ട് UDF ബന്ധം ഒരു വർഗീയത കലർത്തിയുള്ള ഇതൊന്നും ആയുധമല്ല. സത്യത്തിൽ UDFും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് പറയേണ്ടത്. ഈ ഒരു ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാലും UDF തകരാത്ത രീതിയിൽ ഒരു അടുക്കും ചിട്ടയും വന്നു എന്ന് തോന്നുന്നുണ്ടോ? അതായത് മീര, UDFിൽ കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത എന്നറിയോ? ഈ ഗ്രൂപ്പ് പോരല്ലേ, ഈ ഗ്രൂപ്പ് പോരാണ് അവരുടെ വിജയം. അവരുടെ ഈ നേതാക്കളെ തമ്മിലടിയാണ് കോൺഗ്രസിന്റെ ഒരു വിജയം. ആ തമ്മിലടി എത്രത്തോളം ഉണ്ടാകുന്നോ അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട്. കോൺഗ്രസിൻ്റെ സ്റ്റിൽ എപ്പോഴും ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്ക് അവർക്ക് കിട്ടുകയും ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ, ഇപ്പോൾ അവർക്ക് 50 സീറ്റ് കിട്ടിയാൽ മതി അവരുടേതായിട്ട്, ബാക്കി ലീഗ് കൊണ്ടുവന്നോളും. ഈ 50 സീറ്റിന് 10 സീറ്റാണ് ഇങ്ങനെ ചാഞ്ചാടി പോയത്, വെറും തുച്ഛ വോട്ടുകൾക്ക്. അതവർ പിടിക്കട്ടെ. കോൺഗ്രസിന് ഒരു വോട്ടുണ്ട്, ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ഈ ചാഞ്ചാട്ടം, ഈ തമ്മിലടി ഉണ്ടല്ലോ, ഈ തമ്മിലടി ഒന്ന് സോൾവ് ആയ, ഈ തമ്മിലടി കൂടുന്തോറും അവരുടെ ഇത് കൂടും. ഈ തമ്മിലടിയാണ് കോൺഗ്രസിനെ നിർത്തുന്നത്. അത് പുറത്തുള്ളവർക്ക് മനസ്സിലായില്ലെന്നാണോ അയ്യപ്പേട്ടന്റെ ഒബ്സർവേഷൻ? അല്ല, പുറത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പ് പോര് കെ കരുണാകരനും AK ആന്റണിയുമാണ്. ഈ ഗ്രൂപ്പ് പോരില് ആ ഗ്രൂപ്പ് പോരിന്റെ അപ്രമാദത്തിൽ പോയിട്ടുണ്ട്. അവിടെയും സോൾവിങ്ങിന് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇപ്പൊ ഗ്രൂപ്പ് പോര് നടക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് പോരാണ് കോൺഗ്രസിനെ നിർത്തിയിട്ടുള്ളത്. ആ ഗ്രൂപ്പ് പോര് എന്നും ഉണ്ടാവും, അത് നിൽക്കും. അതാണ് കോൺഗ്രസ്, അത് വേണം കോൺഗ്രസിന്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ
ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് ഇവർക്ക് കിട്ടുന്നതിൽ കുരു പൊട്ടേണ്ട ഒരു കാര്യവുമില്ല. ആ വോട്ട് കിട്ടും, കിട്ടേണ്ടത് കിട്ടും. കിട്ടേണ്ടത് കിട്ടും. 1000 വോട്ട് വെച്ച് 20,000 വോട്ട് കിട്ടിയാലും കിട്ടട്ടെ, അവരും ഇരിക്കട്ടെ AC കാറിൽ, അവരും ഒന്ന് 10 അനുയായികളോട് അവരും ഭരിക്കട്ടെ. ഇവർക്ക് മാത്രം ഭരിച്ചാൽ മതിയോ? ഭരിക്കട്ടെന്നേ. മന്ത്രിയുടെ ബോർഡ് മാറി കാണട്ടെ. മുഖ്യമന്ത്രി VM സുധീരൻ എന്നും പിണറായി കണ്ട കണ്ണ് ചലിക്കൂലേ?